ഇന്ന് നമ്മൾ ഡേ 10 ക്രിസ്മസ് എക്സാം സ്റ്റഡി ചലഞ്ചിലെ ഡേ 2 വ്ളോഗാണ്. കാര്യമായിട്ട് പറയല്ലോ, ഡേ 1 അത്യാവശ്യം നല്ല സക്സസ് ആയിരുന്നു. സത്യാവശ്യം പറഞ്ഞാൽ ഇങ്ങനെ റൈറ്റ് കുറച്ചുകൂടെ നേരത്തെ തുടങ്ങിയായിരുന്നു ഇച്ചിരി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. വീഡിയോ കാണുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറ്റുന്നവർ കമന്റ് ചെയ്യണേ. ഇന്നലത്തെ അപേക്ഷ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് പഠിക്കാൻ എടുത്തേക്കുന്ന സബ്ജക്റ്റിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തതാണ്. പഠിക്കാൻ എടുത്തേക്കുന്ന ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഇല്ലെന്നല്ല കേട്ടോ, ഇന്നലത്തെ കാലം അത്യാവശ്യം എളുപ്പമുള്ള ഒരു ചാപ്റ്റേഴ്സ് ആണെന്ന് ഉദ്ദേശിച്ചത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യത്തെ ഉദ്ദേശം തന്നെ ബോട്ടണിയുടെ ബയോടെക്നോളജി ആൻഡ് പ്രിൻസിപ്പിൾ എന്ന ചാപ്റ്റർ സെറ്റ് ആക്കണേ. ഇതിന്റെ അകത്ത് കാണാൻ പഠിച്ച തലേക്കാരൻ ഐറ്റംസ് ഇല്ലെങ്കിലും അത്യാവശ്യം കുറെ മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. അതാണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും വലിയൊരു സമാധാനവും. ശേഷം ഇന്നലെ പഠിച്ച നമ്മുടെ ഫിസിക്സിലെ റിലേറ്റീവ്സ് ചാപ്റ്റർ തന്നെയാണ് ഇന്ന് നോക്കുന്നത്. അത് തന്നെ വീണ്ടും എടുത്ത് പഠിക്കേണ്ട കേസ് എന്നു ചോദിച്ചാൽ അത് തന്നെ ഏകദേശം പഠിച്ചെടുക്കാൻ ഏകദേശം 4-5 ദിവസം എടുക്കുവേ. മൊത്തം പോർഷൻ ഒന്നും കവർ ചെയ്ത് പഠിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പാണ്. എന്നാൽ അത്യാവശ്യം പോർഷൻ ഒക്കെ കയറാൻ പറ്റുവേ. പിന്നെ ഈ ചാപ്റ്ററിന്റെ കേസ് പറയുകയാണെങ്കിൽ ഡെറിവേഷൻ ആണല്ലോ. മിററിന്റെ ആ ഭാഗത്തുള്ള ഡെറിവേഷൻ ഒന്നും അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ലെൻസ് ആയപ്പോൾ തന്നെ എല്ലാം പോണ അവസ്ഥയാണ്. ശേഷം മാത്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ചാപ്റ്റർ ആണ്. സത്യാവശ്യം പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിന്റെ കേസ് പറഞ്ഞാലും കണക്കാ പറഞ്ഞില്ലെങ്കിലും കണക്കാ, ആ ഒരു ടൈപ്പാണ്. കേസ് എന്ന് വെച്ചാൽ ഡിഫറൻഷിയേഷന്റെ തുറക്കം ഈ ചാപ്റ്ററിലാണ്. അതാണ്. പിന്നെ ഇന്റഗ്രേഷനിൽ ഈ ഒരു ചാപ്റ്ററിന്റെ ഏകദേശം ഒരു ടൈപ്പാണ്. കേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡിഫറൻഷിയേഷന്റെ റിവേഴ്സ് പ്രോസസ് ആണ് നമ്മുടെ ഇന്റഗ്രേഷൻ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ എല്ലാം തീർന്നു കിട്ടും. ആ ഒരു സ്റ്റേജ് ആണ്. പിന്നെ ഇന്റഗ്രേഷന്റെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഡിഫറൻഷിയേഷനിൽ പഠിച്ച ഇക്വേഷൻസ് എല്ലാം മറിച്ചിട്ടാൽ മാത്രം മതി.